അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഗർഭധാരണത്തിൻ്റെ ആദ്യഘട്ടം നുത്ഫത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് നമ്മുടെ ജബ്ബാർ മാഷ് പറയുന്ന അലക്കിൻ്റെ ഘട്ടം വരുന്നത്. അതിനെയാണ് അദ്ദേഹം രക്തക്കട്ട കൊണ്ട് സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവമതിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അലക്കത്ത് എന്നത് രക്തക്കട്ടയല്ല, അത് നുത്ഫത്തിൻ്റെ ഘട്ടം കഴിഞ്ഞ് ഗർഭസ്ഥ ശിശു അതായത് ഭ്രൂണത്തിൻ്റെ വളർച്ചയിലെ രണ്ടാമത്തെ ഘട്ടമാണ്. ആ ഘട്ടത്തിലെത്തുമ്പോഴാണ് അതിന് അലക്ക് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ കൂടുതൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നു എന്ന കാരണത്താലായിരിക്കണം അതിന് അലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുക എന്നാണ്. അറബി ഭാഷയിൽ അട്ട എന്ന് പറഞ്ഞ ജീവിക്ക് അലക്ക് എന്ന് പറയും. കാരണം അത് ശരീരത്തിൽ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ ഒക്കെ ശരീരത്തിൽ കയറിയാൽ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പിന്നെ അതിനെ ഒഴിവാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പ്രത്യേക ശ്രദ്ധയോടുകൂടി അതിനെ വലിച്ചെറിഞ്ഞെങ്കിലേ അത് ഒഴിവായി പോകുള്ളൂ. അപ്പോൾ എന്നതുപോലെ ഈ ഗർഭാശയ ഭിത്തിയിൽ ഈ ഭ്രൂണം കൂടുതൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതെത്തിപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കണം അതിന് അലക്കത്ത് എന്ന് പേര് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നാലും അത് ഭ്രൂണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഖുർആൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അതിനെ മുളകത്തായി മാറ്റുന്നു. മുളകത്ത് സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുളകത്തൻ. നുത്ഫത്തിനെ അലക്കത്തായിട്ട് നമ്മൾ രൂപഭേദം മാറ്റുന്നു. അത് കഴിഞ്ഞ് അലക്കത്തിന് മുളകത്തായിട്ട് രൂപഭേദം മാറ്റുന്നു. മലക എന്ന അറബിയിൽ പറഞ്ഞാൽ ചവച്ചരച്ചുണ. ഈ ഘട്ടത്തിലെത്തുമ്പോൾ മുളകത്ത് എന്നതിന് പേര് പറയാനുള്ള കാരണം അതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ ഭ്രൂണം ചവച്ചരച്ച ഒരു സാധനത്തിൽ മാംസം പോലുള്ള സാധനങ്ങളൊക്കെ ചവച്ചരച്ചാൽ അതിൽ പല്ല് പതിയുന്നത് പോലെ അടയാളങ്ങൾ രൂപപ്പെടുന്നു. ഇത് ശരീരഘടനയുടെ രൂപപ്പെടുന്നതിൻ്റെ ആദ്യഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പം മുളകത്ത് എന്നുള്ള ഈ അവസ്ഥ അത് മൂന്നാമത്തെ ഘട്ടം. ആ മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ ശേഷമുള്ള അവസ്ഥയെ സംബന്ധിച്ച് മുളകത്തിനെ ഇളാമായിട്ട് മാറ്റുന്നു. അപ്പോൾ ഖലഖനൽ മുളകത്ത ഇളാമൻ, അതായത് ശരീരഘടനയുടെ രൂപപ്പെടുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ മുളകത്തിലേക്ക് എത്തുകയും ആ മുളകത്തിനെ തുടർന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിന് എല്ല് രൂപാന്തരപ്പെടുകയും പിന്നീട് ഫക്കസൗനൽ ഇളാമ റഹ്മൻ, ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് എല്ലിന് പരിരക്ഷ നൽകുകയും ശരീരത്തിൻ്റെ ഘടന അതിൻ്റെ ശരിയായ രൂപം പൂണ്ട് വരികയും ചെയ്യുന്ന രീതിയിൽ മാംസപേശികൾ കൊണ്ട് അതിനെ പൊതിയണത്. ഈ എല്ല് രൂപാന്തരപ്പെടുന്ന അതുപോലെ മാംസം പൊതിഞ്ഞ ഈ ഘട്ടത്തിന് ശേഷം പിന്നെ ഖുർആൻ പറഞ്ഞ സുമ്മ ജഅൽനാഹു ഖൽഖൻ ആഖർന, പിന്നെ നമ്മൾ അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുന്നു. അതായത് ആദ്യത്തെ ഘട്ടങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപം പൂണുന്ന ഈ ഘട്ടത്തെയാണ് സുമ്മ ജഅൽനാഹു ഖൽഖൻ ആഖർ. അപ്പോൾ ഇവിടെയാണ് കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് പ്രസവം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ജബ്ബാർ മാഷ് ഖുർആൻ അവമതിക്കാൻ പറയുന്നത് പോലെ ഇതൊരു രക്തക്കട്ടയല്ല, അത് ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന പ്രയോഗം മാത്രമാണ് എന്നതാണ് വസ്തുത.
അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അതിനെ രക്തക്കട്ട എന്ന് ആരോ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയത് നമ്മൾ പിടിച്ചിട്ട് അതിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഖുർആൻ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ മറ്റൊരു സംഗതിയുണ്ട്. ഇതും ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത്, അതിനവിടെ എന്തൊക്കെ സുരക്ഷിതത്വമാണ് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആനെ സംബന്ധിച്ച് സൂറത്ത് സുമർ, അതായത് 39-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ അവൻ നിങ്ങൾക്ക് രൂപം നൽകുന്നു. ഇവിടെ ഖലഖ എന്ന് പറഞ്ഞാൽ രൂപം നൽകുക എന്ന അർത്ഥത്തിലാണ് ഖൽഖ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഖൽഖം മിൻ ബഅദി ഖൽഖിൻ, ഒരു രൂപത്തിന് ശേഷം മറ്റൊരു രൂപം എന്ന നിലക്ക്. അതായത് ആദ്യത്തിൽ നുത്ഫത്ത്, പിന്നെ മുളകത്ത്, പിന്നെ അലക്കത്ത്, പിന്നെ മുളകത്ത്, പിന്നെ ലഹ്മ്, പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞ് മനുഷ്യക്കുഞ്ഞ്. അത് ഫീ ളുലുമാത്തിൻ സലാസ്, 3 ഇരുട്ടറകളിലാണ് ഈ കുഞ്ഞ് വളരുന്നതെന്നാണ്. അതായത് ഗർഭാശയം എന്ന നേരത്തെ തന്നെ മാതാവിൻ്റെ ജനന ഇന്ദ്രിയമായിട്ട് നിലനിൽക്കുന്ന ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ ഈ ദൈഗോട്ട് എന്ന് പറയുന്ന ആദ്യ സ്ത്രീയുടെയും അണ്ടവും പുരുഷൻ്റെ ബീജവും രൂപപ്പെട്ട ദൈഗോട്ട് പള്ളി പിടിച്ചതിന് ശേഷം ഗർഭം തുടങ്ങുമ്പോഴാണ് ഈ 3 ഇരുട്ടറകൾ രൂപാന്തരപ്പെടുന്നത്. ഇവിടെ ഖുർആൻ ളുലുമാത്ത് എന്നാണ് പ്രയോഗിച്ചിട്ട്, അതും ശ്രദ്ധേയമാണ്. ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുളുകൾ എന്നാണ് വാക്കിൻ്റെ നേരെ അർത്ഥം. ഇവിടെ ഇരുളുകൾ എന്ന്, അതും 3 ളുലുമാത്തും സലാത്ത്. എന്തുകൊണ്ടാണ് ഖുർആൻ ഇരുളുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ, ഈ കുഞ്ഞിൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഇരുട്ടിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അവിടെ നല്ല രീതിയിൽ പ്രകാശം തട്ടുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും, അവൻ്റെ കണ്ണിൻ്റെ പോലും സുരക്ഷിതത്തെ ബാധിക്കും എന്നാണ് ആധുനിക ശാസ്ത്രം അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് കുട്ടിയുടെ വളർച്ചയിൽ വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സുരക്ഷിത വലയമാണ് ഈ 3 ളുലുമാത്ത്, അല്ലെ 3 അറകൾ എന്ന് പറയുന്നത്. ഈ 3 അറകൾ അതിന് പേര് നൽകിയിട്ടുള്ളത് എന്താണ്? ഖുർആനിൽ ളുലുമാത്ത് സലാസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നൽകിയിട്ടുള്ള പേര് എന്തൊക്കെയാണ്? അംനിയൻ, അലൻഡോയിസ്, കൊറിയൻ, അതുപോലെ യോൽക്ക് സാക്ക് എന്നിങ്ങനെ ഉള്ള പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഇതിൽ കുട്ടി കിടക്കുന്ന ഒരു അറ, ആ കുട്ടി തന്നെ അവിടെ ഒരു ദ്രാവകത്തിലാണ് അത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നത് വളരുന്നത്. അതിന് പുറമെ മറ്റൊരു ദ്രാവകത്തിൻ്റേതായിട്ടുള്ള മറ്റൊരറുണ്ട്. ആ അറ വഴിയാണ് കുട്ടിക്ക് സുരക്ഷിതത്വം കിട്ടുന്നത്. ബാഹ്യ ലോകത്തു നിന്ന് പുറമേ നിന്ന് മാതാവിൻ്റെ വയറ്റുമ്മലോ മറ്റോ ഒക്കെ വല്ലതുമൊക്കെ സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഈ ഒരു അറയാണ്. അതോടൊപ്പം തന്നെയാണ്, അപ്പോൾ ഈ ഒരു സുരക്ഷിതമായിട്ടുള്ള സംവിധാനമുള്ളത് കൊണ്ടാണ് കുട്ടിയുടെ വളർച്ച, അതുപോലെ തന്നെ അവൻ്റെ ചലനങ്ങൾ, അവൻ്റെ ശ്വസനം, വിസർജനം തുടങ്ങിയുള്ള സംഗതികളൊക്കെ നടക്കുന്നതെന്നാണ്. അതിനു പുറമെ ഈ കുട്ടി വിസർജിക്കുന്ന വിസർജ്യങ്ങൾ സൂക്ഷിക്കാൻ വരെ അവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 അറകൾക്കുള്ളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സംവിധാനം ആരാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നാസ്തികരുടെ ഈ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, ഇതിനൊരു സംവിധായകനില്ല എന്നുള്ളത്. ഇത്ര വലിയൊരു അന്ധവിശ്വാസം ലോകത്ത് വേറൊന്നുമില്ല. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞ് ഗർഭാശയത്തിൽ അത് വളരുന്നതിൻ്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ബോധ്യമാവും. ഇത്രയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംവിധാനം, അതും കുട്ടിയുടെ വളർച്ചക്കനുസരിച്ച് അവിടെ രൂപപ്പെടുത്തുന്നത് ആരാണ്?
പ്രകൃതി എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രകൃതിക്ക് യഥാർത്ഥത്തിൽ നിശ്ചയദാർഢ്യമുണ്ടോ, ഒരു സംഗതി ചെയ്യാനുള്ള കെൽപ്പുണ്ടോ, അതിന് കാര്യങ്ങൾ കൈയാളാനുള്ള ചിന്താപരവും മറ്റുമായിട്ടുള്ള കഴിവുണ്ടോ, അതൊന്നുമില്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനും അതുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ചുറ്റുപാടാണ് അതിൻ്റെ പ്രകൃതി പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രകൃതി ഈ വസ്തുവിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതിനൊരിക്കലും ഈ വസ്തുവിനെ ഉണ്ടാക്കാൻ സാധ്യമല്ലാണല്ലോ. അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് ഉള്ള ഒരു സൃഷ്ടാവ്, ഇത് സംവിധാനിക്കുന്ന ഒരാളുണ്ടായേ പറ്റുള്ളൂ. ഈ ഒരു വസ്തുതയാണ് ഈ ദൈവനിഷേധം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരക്കാർ തള്ളിപ്പറയുകയും എന്നിട്ട് വിശുദ്ധ ഖുർആനെ പോലെയുള്ള വേദങ്ങളെ അവർ വിമർശിക്കുകയും അതിലെ സംഗതികളെ, അതിന് പരാമർശ വിധേയമായിട്ടുള്ള കാര്യങ്ങളെ അവർ പരിഹസിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലായ്മയാണ് ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്.